നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങിമരിച്ചു. കണ്ണൂരിലും മുങ്ങിമരണം. ഇരിട്ടി ചരൽപ്പുഴയിൽ 2 പേർ മുങ്ങിമരിച്ചു. മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകി. നിഗംബോധ്ഘട്ടിൽ അന്ത്യവിശ്രമം. ജില്ലാ കേരളോത്സവം. കല്യാശ്ശേരി ബ്ലോക്ക് മുന്നിൽ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം. ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബായി സിയാൽ ഉയരും. മുഖ്യമന്ത്രി. പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം. 2ാം വർഷവും കൊച്ചി മെട്രോ ലാഭത്തിൽ. പെരിയ ഇരട്ടക്കൊലക്കേസ് 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തുടർച്ചയായ 2ാം വർഷവും പ്രവർത്തന ലാഭം കൈവരിച്ച് കൊച്ചി മെട്രോ. കഴിഞ്ഞ വർഷമാണ് മെട്രോ ചരിത്രത്തിലാദ്യമായി പ്രവർത്തന ലാഭം കൈവരിച്ചത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ 5 ഇരട്ടിയോളം പ്രവർത്തന ലാഭം വർദ്ധിപ്പിക്കാൻ കൊച്ചി മെട്രോക്ക് സാധിച്ചു. കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി മെട്രോ തുടർച്ചയായ വർഷങ്ങളിൽ പ്രവർത്തന ലാഭം കരസ്ഥമാക്കി ചരിത്രം രചിച്ചിരിക്കുകയാണ് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ കൊച്ചി മെട്രോക്ക് സാധിച്ചു. 2021-22 കാലയളവിൽ 31,229 പേരാണ് ശരാശരി ഒരു ദിവസം മെട്രോ ഉപയോഗിച്ചിരുന്നെങ്കിൽ 2022-23 ഇത് 68,168 വർദ്ധിച്ചിരുന്നു. 23-24 വർഷത്തിൽ വീണ്ടും വലിയ വർധന സൃഷ്ടിച്ചുകൊണ്ട് ശരാശരി 88,292 പേർ ഒരു ദിവസം കൊച്ചി മെട്രോ യാത്ര ചെയ്യുന്നുണ്ട്. 1 ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്ത നിരവധി ദിവസങ്ങളും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നുവെന്നതാണ് അഭിമാനകരമായ നേട്ടമാണ്. ഈ നേട്ടത്തിൽ KMRLലെ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു. വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രക്കാർക്കുള്ള വിവിധ സ്കീമുകൾ ഏർപ്പെടുത്തിയും സെൽഫ് ടിക്കറ്റ് മെഷീനുകൾ സ്ഥാപിച്ചും യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കിയും കൂടുതൽ യാത്രക്കാരെ മെട്രോയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. തൃപ്പണിത്തുറ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും കൊച്ചി മെട്രോ 2ാം ഘട്ടം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഈ കാലയളവിലെ നേട്ടമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മെട്രോ സംവിധാനമായി കൊച്ചി മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കൊച്ചി മെട്രോയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പി രാജീവ് പറഞ്ഞു. കാസർഗോഡ് പരപ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10 പ്രതികൾ കുറ്റവിമുക്തരായി. കേസിൽ CBI പ്രത്യേക കോടതിയാണ് ശനിയാഴ്ച വിധി പറഞ്ഞത്. CPM നേതാക്കൾ ഉൾപ്പെടെ കേസിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയുമാണ് കേസ് അന്വേഷിച്ചത്. ഹോസ്റ്റൽ കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും തുടർ നടപടി തുടങ്ങും മുന്നേ ഹൈക്കോടതി കേസ് CBIക്ക് വിടുകയായിരുന്നു. മുൻ MLAയും CPM ജില്ലാ സെക്രട്ടറി അംഗമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിയായിരുന്ന വെളുത്തിയുടെ രാഘവൻ, N ബാലകൃഷ്ണൻ തുടങ്ങിയ 24 പ്രതികളാണ് CBIയുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബായി സിയാൽ ഉയരുമെന്നും ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാവി പരിപാടികളാണ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിയാലിൻ്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹോട്ടൽ സമുച്ചയം ഉദ്ഘാടനം ചെയ്യായിരുന്നു അദ്ദേഹം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ശ്രമങ്ങൾക്ക് ഫലം ലഭിക്കണമെങ്കിൽ സേവന മേഖലയിലെ സ്ഥാപനങ്ങളുടെ ക്രിയാത്മക പങ്കാളിത്തം ആവശ്യമാണ്. അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് പുതിയ സംരംഭമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 28 വിമാന കമ്പനികൾ സിയാലിൽ പ്രവർത്തിക്കുന്നു. പ്രതിദിനം 225 സർവീസുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പരമാവധി സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക, അത്യാധുനിക സുരക്ഷ ഏർപ്പെടുത്തുക എന്നിവയിലൂടെ രാജ്യത്തിൻ്റെ തന്നെ പ്രവേശന കവാടമായി മാറുകയെന്നതാണ് സിയാൽ ലക്ഷ്യം. 3ാം ടെർമിനൽ വികസനം, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, കൊമേഴ്സ്യൽ കോംപ്ലക്സ്, ഗോൾഫ് ടൂറിസം പദ്ധതി എന്നിവയാണ് 1000 കോടിയുടെ പദ്ധതികൾ പ്രധാനം. ഇതെല്ലാം 2025-26 സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. 3ാം ടെർമിനൽ വികസനത്തോടെ രാജ്യാന്തര ടെർമിനൽ ഏപ്രൻ വിസ്തൃതി 20 ലക്ഷം ചതുരശ്ര അടിയിൽ 36 ലക്ഷം ചതുരശ്ര അടിയാകും. 52 വിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനാകും. രാജ്യാന്തര ടെർമിനൽ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര അടിയിൽ നിന്നും 21 ലക്ഷം ചതുരശ്ര അടിയാകും. കോംപ്ലക്സ് പൂർത്തിയാകുമ്പോൾ വ്യോമയാന ഇതര വരുമാനം വൻതോതിൽ വർദ്ധിക്കും. പുതിയ പദ്ധതികൾ 30,000 തൊഴിലവസരം സൃഷ്ടിക്കും. അനുബന്ധ നിക്ഷേപമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 10ാം തരം തുല്യതാ പരീക്ഷയിൽ മിന്നുന്ന വിജയം. 10ാമതയും സമ്പൂർണ്ണ 10ാം തരം തുല്യതാ പദ്ധതിയുടെ ആദ്യ ബാച്ചിൽ മിന്നുന്ന വിജയം നേടി പഠിതാക്കൾ. പരീക്ഷ എഴുതിയ 1571 പേരിൽ 1424 പേരും പാസ്സായി. 90.64 ആണ് കണ്ണൂർ ജില്ലയിലെ വിജയ ശതമാനം. വിജയിച്ചവരിൽ 207 പുരുഷന്മാരും 1214 സ്ത്രീകളുമാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 42 പേരും പട്ടിക വിഭാഗത്തിൽപ്പെട്ട 36 പേരും വിജയിച്ചു. മാടായി പഠനകേന്ദ്രത്തിൽ നിന്നും പരീക്ഷ എഴുതിയ AV താഹിറക്ക് ഫുൾ A+ ലഭിച്ചു. ഉളിക്കൽ പഠനകേന്ദ്രത്തിൽ നിന്നും പരീക്ഷ എഴുതിയ 81 വയസ്സുള്ള MJ സേവ്യറാണ് ഏറ്റവും പ്രായം കൂടിയ പഠിതാവ്. മാടായി പഠനകേന്ദ്രത്തിൽ നിന്നും പരീക്ഷ എഴുതിയ ട്രാൻസ്ജെൻഡർ പഠിതാവ് വിജയിച്ചു. മട്ടന്നൂർ UP സ്കൂൾ 50, വിളക്കോട് UP സ്കൂൾ 28, ചെട്ടോപ്പാറ GHS 45, CT സാഹിബ് HSS തളിപ്പറമ്പ് 34, കോട്ടയം GHSS 33,
മാങ്ങാട്ടിടം UPS 23, സെൻറ് തോമസ് HSS കേളകം 43 എന്നീ പഠനകേന്ദ്രങ്ങളാണ് 100% വിജയം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾക്ക് ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള ADM സി പത്മചന്ദ്രക്കുറുപ്പ് ജില്ലാ വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാവശ്യപ്പെട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ MLA നൽകിയ കത്ത് പരിഗണിച്ചാണിത്. തളിപ്പറമ്പ് കുപ്പംപുഴയിൽ ദേശീയപാതയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് പുഴയിൽ മണ്ണ് ഇട്ടതിനാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പുഴ കയറി നിരവധി കാർഷിക വിളകൾ ഒഴുകിപ്പോയിരുന്നു. കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഉൾപ്പെടെ പുഴയെടുത്തു. കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും കര സംരക്ഷിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കീഴാറ്റൂർ തിട്ടയിൽ പാലം മേൽപ്പാലം വരുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാത സംബന്ധിച്ച പ്രശ്നത്തിന്മേൽ നടപടി ഉണ്ടാകണം. തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ഇരുവശവും മണ്ണിടിച്ച ഭാഗത്ത് നടക്കുന്ന പ്ലാസ്റ്ററിംഗ് പ്രായോഗികമല്ലെന്നും മറ്റു മാർഗം ആലോചിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നും നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ കാര്യത്തിലും തീരുമാനം ഉണ്ടാവണമെന്ന് MLA ആവശ്യപ്പെട്ടു. 7-ാം മൈൽ കൂവോട് റോഡിൽ അടിപ്പാത നിർമ്മിക്കുന്നതിനോട് ചേർന്ന് തളിപ്പറമ്പ് നഗരത്തിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം പോകുന്ന തോട് നിലവിൽ വീതി കുറിച്ച് കോൺക്രീറ്റ് ചെയ്തു വരുന്നുണ്ട്. 6 മീറ്റർ വീതിയിൽ വേണം ഇത് നിർമ്മിക്കാനെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കാതെ രാത്രിയിൽ കോൺക്രീറ്റ് ചെയ്തു പോയതായി ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല തളിപ്പറമ്പിൽ നിന്നും വരുന്ന കുറ്റിക്കോൽ പുഴയിൽ ചെന്ന് പതിക്കുന്ന തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയും അതിന്റെ വീതി കുറിച്ചും പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഗുരുതരമായ വെള്ളപ്പൊക്കവും പകർച്ചവ്യാധിയും ഈ മേഖലയിൽ വരാൻ ഇടയാകുമെന്നും MLA ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഈ വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ ADM നിർദ്ദേശം നൽകിയത്. പയ്യന്നൂർ മണ്ഡലത്തിലെ ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പാല നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയത് നീക്കിയതായും താഴേക്കുള്ള ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചതായും NHAI പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. ദേശീയപാതയുടെ അധീനതയിലുള്ള പുതിയതിരു ടൗണിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതായി പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകി. നിഗംബോധ്ഘട്ടിലായിരുന്നു അന്ത്യകർമ്മം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖരെത്തി. സിഖ് മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് നടന്നത്. മോത്തിലാൽ മാർഗിലെ 3-ാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നിന്നും രാവിലെ 8-ഓടെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റി. AICC ആസ്ഥാനത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നീണ്ട നിരയായിരുന്നു. പൊതുദർശനത്തിനു ശേഷം നിഗംബോധ്ഘട്ടിലാണ് സംസ്കാരത്തിനായി കൊണ്ടുപോവുകയായിരുന്നു. ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 31 മുതൽ. 35-ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 മുതൽ ജനുവരി 1, 2, 3 തീയതികളിലായി നടക്കും. 26 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് 700ഓളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38-ാമത് ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ താരങ്ങൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച 13 പിസ്റ്റുകളിലാണ് മത്സരങ്ങൾ നടക്കുക. എപ്പി, സാബർ, ഫോയൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും ഉണ്ടായിരിക്കും. ഡിസംബർ 31 രാവിലെ 11 മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഫെൻസിംഗ് ഫെഡറേഷന്റെ ഏഷ്യൻ സെക്രട്ടറി രാജീവ് മേത്ത, MPമാരായ K സുധാകരൻ, V ശിവദാസൻ, ഫെൻസിംഗ് ഫെഡറേഷൻ ട്രഷറർ ബഷീർ അഹമ്മദ് ഖാൻ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ് മത്സരങ്ങളുടെ സമയം. ജനുവരി 2-ന് രാവിലെ ഏഷ്യൻ ഫെൻസിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രാജീവ് മേത്തയ്ക്ക് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. സമാപന സമ്മേളനം ജനുവരി 3-ന് വൈകിട്ട് 4 മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. MLAമാരായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, M വിജിൻ, TI മധുസൂദനൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് തുടങ്ങിയവർ പങ്കെടുക്കും. കാനാമ്പുഴ ആദ്യഘട്ടം നാളെ നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1-ാം ഘട്ടം ഡിസംബർ 29-ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും.
ഓൺലൈനായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. ഡിസംബർ 26-ന് നടത്താൻ നിശ്ചയിച്ച ഉദ്ഘാടന പരിപാടി MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാ കേരളോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് അഴീക്കോട് തുടക്കമായി. കലാമത്സരങ്ങൾ 2 ദിവസം പിന്നിട്ടപ്പോൾ 108 പോയിന്റോടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്താണ് മുന്നിൽ. 98 പോയിന്റോടെ കണ്ണൂർ കോർപ്പറേഷനും 86 പോയിന്റോടെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. അഴീക്കോട് HSS, അക്ലിയത്ത് LP സ്കൂൾ, അഴീക്കോട് ബാങ്ക് ഹാൾ, അഴീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം എന്നീ 4 വേദികളിലാണ് ജില്ലയിലെ യുവാക്കളുടെ കലാപ്രകടനത്തിലൂടെ ഉണർന്നത്. സംസ്ഥാന തലത്തിലേതിന് പുറമെ ദേശീയ തലത്തിലേക്കുള്ള മത്സരാർത്ഥികളെയും ഇതിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. മാപ്പിളപ്പാട്ട്, കോൽക്കടി, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, ഒപ്പന, മൈം, ഏകാംഗ നാടകം, ഓട്ടംതുള്ളൽ, മണിപ്പൂരി, കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ഹിന്ദുസ്ഥാനി വായ്പാട്ട്, കർണാടക സംഗീതം, ലളിതഗാനം, മോണോ ആക്ട്, മിമിക്രി, കഥാപ്രസംഗം എന്നിവയാണ് ശനിയാഴ്ച അരങ്ങേറിയത്. ജില്ലാ കേരളോത്സവം കലാമത്സരങ്ങൾ ഡിസംബർ 29 ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ചയിലെ പരിപാടികൾ: വേദി 1 അഴീക്കോട് HSS രാവിലെ 9:30 മുതൽ നാടോടി നൃത്തം സംസ്ഥാനതലം, ദേശീയതലം. നാടോടി നൃത്തം ദേശീയതലം, സംഘനൃത്തം, തിരുവാതിര, മാർഗംകളി. വേദി 2 അക്ലിയത്ത് LP സ്കൂൾ അഴീക്കോട് രാവിലെ 9:30 മുതൽ നാടോടിപ്പാട്ട് സംസ്ഥാനതലം, ദേശീയതലം. നാടോടിപ്പാട്ട് ദേശീയതലം, സംഘഗാനം, ദേശഭക്തിഗാനം, വള്ളംകളിപ്പാട്ട്, കുട്ടനാടൻ, വള്ളംകളിപ്പാട്ട്, ആറന്മുള എല്ലാം സംസ്ഥാനതലം. വേദി 3 അഴീക്കോട് ബാങ്ക് ഹാൾ രാവിലെ 9:30 മുതൽ ഫ്ലൂട്ട്, വീണ, തബല, മൃദംഗം, ഹാർമോണിയം ലൈറ്റ്, ഗിത്താർ എല്ലാം ദേശീയതലം. വയലിൻ ഈസ്റ്റേൺ, വയലിൻ വെസ്റ്റേൺ സംസ്ഥാനതലം. വേദി 4 പഞ്ചായത്ത് സ്റ്റേഡിയം രാവിലെ 9:30 മുതൽ കവിതാലാപനം മലയാളം, പ്രസംഗം മലയാളം, ചെണ്ട, ചെണ്ടമേളം എല്ലാം സംസ്ഥാനതലം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ദേശീയ ദുഃഖാചരണം നടക്കുന്നതിൽ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കേരളോത്സവം പുരോഗമിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി ചരൽപ്പുഴയിൽ 2 പേർ മുങ്ങിമരിച്ചു. കൊറ്റാളി സ്വദേശി വിൻസെന്റ് 42, വിൻസെന്റിന്റെ അയൽവാസിയുടെ മകൻ ആൽബിൻ 9 എന്നിവരാണ് മരിച്ചത്. ഇന്നുച്ചയോടെയായിരുന്നു സംഭവം. വിൻസെന്റിന്റെ അമ്മയെ കാണാനായി ഇരിട്ടിയിലെത്തിയതായിരുന്നു ഇരുവരും. പുഴ കാണാനായി ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയിൽ മുങ്ങിപ്പോയ ആൽബിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് വിൻസെന്റ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. KSRTC വിനോദയാത്ര, കപ്പൽ യാത്ര 2-ന്. KSRTCയുടെ അവധിക്കാല വിനോദയാത്രയുടെ ഭാഗമായുള്ള കൊച്ചി കപ്പൽ യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. കൊച്ചി യാത്രയിൽ ആഡംബര കപ്പൽ യാത്രയാണ് പ്രധാന ആകർഷണം. ജനുവരി 2-ന് രാവിലെ 6 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലെത്തി നെഫർട്ടിറ്റി ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര. കപ്പലിലെ ഗെയിമുകൾ, ലൈവ് മ്യൂസിക്, ബുഫേ ഡിന്നർ, അപ്പർ ഡെക്ക് DJ വിഷ്വലൈസിംഗ് ഇഫക്ട്, തിയേറ്റർ സൗകര്യങ്ങളിൽ ഉല്ലസിച്ച് അറബിക്കടലിലൂടെ 5 മണിക്കൂർ യാത്ര. 3-ന് രാവിലെ 5 മണിക്ക് തലശ്ശേരിയിൽ തിരിച്ചെത്തും. ഫോൺ 94 97 87 99 62. കാസർഗോഡ് പയസ്വിനിപ്പുഴയിൽ എരിഞ്ഞിപ്പുഴ പാലത്തിനടുത്ത് കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങിമരിച്ചു. സഹോദരങ്ങളുടെ മക്കളാണ് മൂവരും. എരിഞ്ഞിപ്പുഴയിലെ സിദ്ദിഖിന്റെ മകൻ റിയാസ് 16, അഷ്റഫിന്റെ മകൻ യാസീൻ 13, ഇവരുടെ സഹോദരിയുടെ മകൻ സമദ് 13 എന്നിവരാണ് മരിച്ചത്. ശനി പകൽ 2-നാണ് നാടിനെ നടുക്കിയ അപകടം.
കുട്ടികൾ പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്ന് കരുതുന്നു. ആദ്യം റിയാസിന്റെ മൃതദേഹവും 4 മണിയോടെ യാസീന്റെയും 5:30യോടെ സമദിന്റെയും മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ. സ്കൂബ ടീമും കുറ്റിക്കോലിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. മഞ്ചേശ്വരത്താണ് സമദിന്റെ വീട്. ക്രിസ്മസ് അവധിയായതിനാൽ ഉമ്മയുടെ വീട്ടിൽ വന്നതായിരുന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, കാറുടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് സിജി മാത്യു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ധന്യ, PV മിനി എന്നിവർ സ്ഥലത്തെത്തി. താമരശ്ശേരി ചുരത്തിൽ ബൈക്ക് യാത്രികൻ കൊക്കയിൽ വീണു. താമരശ്ശേരി ചുരത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഭിത്തിയിലിടിച്ച് 2 പേർ കൊക്കയിൽ വീണു. ചുരം 5-ാം വളവിന് സമീപമാണ് അപകടം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ ഭിത്തിയിലിടിച്ച് കൊക്കയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കോഴിക്കോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരെയും പുറത്തെത്തിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തീരദേശവാസികൾക്ക് കലകൾ അവതരിപ്പിക്കാൻ അവസരം. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പും ഭാരത് ഭവനും സംഘടിപ്പിക്കുന്ന കടൽമിഴി തീരദേശ സർഗയാത്രയോടനുബന്ധിച്ച് കേരളത്തിലെ തീരദേശവാസികളുടെ കലകൾ അവതരിപ്പിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളായ അണ്ണാവിപ്പാട്ട്, പുത്തൻപാന, അമ്മാനപ്പാട്ട്, ദേവസ്ഥവിളി, പരിചമുട്ടുകളി, മാർഗംകളി, സ്ലാമക്കരോൾ, ചവിട്ടുനാടകം, പിച്ചപ്പാട്ട്, കടൽ വഞ്ചിപ്പാട്ടുകൾ, മീൻപാട്ടുകൾ തുടങ്ങിയ കലാരൂപങ്ങൾ അറിയാവുന്നവർക്കാണ് മുൻഗണന. തീരദേശ കുടുംബങ്ങളിൽ നിന്നുള്ള സ്കൂൾ കോളേജ് പഠനവേളയിലും ജില്ലാതലത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ കേരളീയ രംഗകലകളിൽ ശ്രദ്ധേയരായവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. പങ്കെടുക്കാൻ പ്രായപരിധി ഇല്ല. അപേക്ഷകൾ ഭാരത് ഭവൻ, തൃപ്തി ബംഗ്ലാവ്, തൈക്കാട്, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ നേരിട്ടോ ഇമെയിൽ ID-യിലേക്കോ ഡിസംബർ 31-നകം സമർപ്പിക്കണം. ഫോൺ 0414000282. ഇതോടെ ഇന്നത്തെ അസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.